വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കൈമാറാനുള്ള കരാർ ഇന്ന് ഒപ്പിടും. കേന്ദ്രവുമായി വരുമാനം പങ്കുവയ്ക്കുന്ന തിരിച്ചടവ് വ്യവസ്ഥയിൽ BGF സ്വീകരിക്കാൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. BGF കരാർ ഒപ്പിട്ടാലും തിരിച്ചടവ് വ്യവസ്ഥ ഒഴിവാക്കി ഗ്രാന്റായി തന്നെ തുക ലഭ്യമാകാൻ കേന്ദ്ര സർക്കാരുമായി ചർച്ച തുടരാനാണ് സർക്കാർ തീരുമാനം. 817.80 കോടി രൂപയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച BGF തുക. പലതവണ ചർച്ച നടത്തിയിട്ടും വായ്പയായിട്ടാണ് കേന്ദ്രം തുക നൽകിയത്. കേന്ദ്രവുമായി ഏറ്റുമുട്ടേണ്ടെന്ന നയം സ്വീകരിച്ചതോടെയാണ് തൽക്കാലം വഴങ്ങാൻ സംസ്ഥാനം തീരുമാനിച്ചത്. BGFനുള്ള ത്രികക്ഷി കരാർ സംസ്ഥാന സർക്കാരിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് ഒപ്പിടും. കേന്ദ്ര ധനമന്ത്രാലയത്തിന് കീഴിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, IDBI ബാങ്ക് എന്നിവർ തമ്മിലാണ് കരാർ. 2035 മുതലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലാഭവിഹിതം കേരളത്തിന് കിട്ടിത്തുടങ്ങുക. BGF കരാർ ഒപ്പിടുന്നതോടെ തുറമുഖ വരുമാനത്തിന്റെ 20% തുക കേന്ദ്രത്തിന് തിരിച്ചടയ്ക്കണമെന്നാണ് വ്യവസ്ഥ. തുറമുഖത്തിന്റെ 1ാം ഘട്ട കമ്മീഷനിംഗ് അടുത്ത മാസം പ്രധാനമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം നടത്തിക്കാൻ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. BGF വാങ്ങാനുള്ള തീരുമാനത്തിന് ഇതും കാരണമായിട്ടുണ്ടെന്നാണ് നിഗമനം. ജനം, തിരുവനന്തപുരം.